കേരളത്തിന് എയിംസ് ഇല്ല, ആവർത്തിച്ച് കേന്ദ്രം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ എയിംസ് പരിഗണനയിൽ ഇല്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. ലോക്സഭയിലാണ് കേന്ദ്രം മറുപടി നൽകിയത്. കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി നടപടികൾ വേഗത്തിലാക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഈ തിരിച്ചടി. രാജ്യത്തെ 22 സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിച്ചിട്ടും കേരളത്തെ മാത്രം ഒഴിവാക്കുന്നത് എന്തിനാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ മറുപടി നൽകാൻ കേന്ദ്രം വീണ്ടും സാവകാശം തേടുകയായിരുന്നു. സഹകരണ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ സ്ഥാപനങ്ങളിൽ പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ 2021 ടെൻഡർ അനുസരിച്ച് 206 കോടി രൂപയ്ക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകി. പക്ഷേ 2024 ഒക്ടോബറിൽ അവർ ഏകപക്ഷീയമായി പിന്മാറി. 2025 മാർച്ചിൽ പുതിയ ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഹൈ ലെവൽ കമ്മിറ്റിയുടെ വിശദമായ പരിശോധന, നിയമവകുപ്പിന്റെ അനുമതിയെല്ലാം ലഭിച്ച ശേഷം ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബില്ലുകൾ വിലയിരുത്തിയാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കിയത്. ആരോപണത്തിൽ വസ്തുതയില്ല. നടപടിക്രമങ്ങളെല്ലാം സുതാര്യമായാണ് നടന്നതെന്നും രമേശ് ചെന്നിത്തല നുണ പറയാൻ മത്സരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF ഭരണത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പരിഗണന ലഭിച്ചെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. കേരളത്തിലെ ഭരണത്തെ കുറിച്ച് പരാതികളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജനറൽ സീറ്റിൽ മുസ്ലിം ലീഗിലെ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിനോട് സമസ്തയ്ക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വി വത്സനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. ഷാഫി പറമ്പിൽ MP, VK ശ്രീകണ്ഠൻ MP എന്നിവരുടെ പേര് പറഞ്ഞ് പ്രശോഭ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണിച്ചെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. തനിക്ക് മാതാപിതാക്കളില്ലെന്നും ഇപ്പോഴും ഭയപ്പാടിലാണെന്നും യുവതി വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് DMK സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് പട്ടിക പ്രഖ്യാപിച്ചത്. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ 164 സീറ്റുകളിലാണ് DMK നേരിട്ട് മത്സരിക്കുന്നത്. കോൺഗ്രസിന് 28 സീറ്റുകൾ, DMDKക്ക് 10 സീറ്റുകൾ, VCKക്ക് 8 സീറ്റുകൾ, CPIയും CPIMും 5 സീറ്റുകളിൽ വീതവും മത്സരിക്കും. നിതീഷ് കുമാറിന് ശേഷം ആരാകും ബീഹാർ മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ BJPയിൽ സജീവം. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട് ചൗധരിയുടെ പേരിനാണ് മുൻതൂക്കം. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്നതും നിതീഷ് കുമാറിന്റെ പിന്തുണയുള്ളതും അദ്ദേഹത്തിന് ഗുണം ചെയ്തേക്കും. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, വിജയ് കുമാർ സിൻഹ, ദിലീപ് ജയ്സ്വാൾ എന്നിവരുടെ പേരുകളും സജീവമായി ചർച്ചയിലുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം എന്നും മുന്നറിയിപ്പുണ്ട്. അബുദാബിയിൽ മിസൈൽ ആക്രമണം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. 2 ഇടത്ത് തീപിടുത്തമുണ്ടായി. പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദ് പരിസരത്താണ് തീപിടുത്തം ഉണ്ടായത്. UAE വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക ശേഷിയും നേതൃത്വവും തകർക്കപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും നശിച്ചുവെന്നും ഡ്രോൺ ഫാക്ടറികളും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 കോടി രൂപ ഒന്നാം സമ്മാന തുകയായുള്ള കേരള സംസ്ഥാന ലോട്ടറിയുടെ സമ്മർ ബെമ്പർ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. SB 517026 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. പാലക്കാട് ജില്ലയിലെ ഏജന്റായ മധുസൂദനൻ വഴി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനാർഹമായത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ SE 660573 എന്ന നമ്പറിനാണ്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.